Hello friends, Walk with the ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടു കാണുമല്ലോ. സാധാരണ ഞാൻ എൻ്റെ തംബ്നെയിലിൽ വാഹനത്തിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഭയങ്കര സർപ്രൈസായിട്ട് ആദ്യം ഒരു മിനിറ്റ് സംസാരിക്കും. എന്നിട്ട് വലിയ സർപ്രൈസ് ഇൻട്രോ ഒക്കെ കൊടുത്ത് വണ്ടി കാണിക്കുകയാണ് പതിവ്. ആദ്യം ഞാൻ തംബ്നെയിൽ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറക്കും. ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ 2021 പുറത്തിറങ്ങിയ ഇന്ത്യയിൽ വളരെ തരംഗമുണ്ടാക്കിയ നമ്മുടെ ഒല ഇലക്ട്രിക്കും അതിനു മുമ്പ് ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തരംഗം സൃഷ്ടിച്ച് ഒന്നാമനായി നിന്നുകൊണ്ടിരുന്ന നമ്മുടെ Ather 450Xും തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പെട്രോൾ വിലയിൽ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി പായുകയാണ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 100+ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 30-ൽ മുകളിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പം അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ബ്രാൻഡ്സാണ് നമ്മുടെ ഒലയും അതുപോലെ തന്നെ നമ്മുടെ ഏതറും നമ്മുടെ TVSും അങ്ങനെ കുറച്ച് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓല 450 വന്നതിന് ശേഷം ഇതിൻ്റെ രാജ്യത്വമല്ലല്ലോ ആധിപത്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. അപ്പം ആ ഒരു സംശയം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മുടെ ഏതർ ഏകദേശം 10,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ആ ഒരു യൂസറോട് ചോദിക്കാം ഈ ഓല ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കാണാവുന്ന കമ്പാരിസൺ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഏതർ 450Xൻ്റെ യൂസർ റിവ്യൂ, അതായത് 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള യൂസർ റിവ്യൂ, ഈ സെയിം വാഹനത്തിൻ്റെ തന്നെ യൂസർ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. നമ്മുടെ ഏതർ 450X നമ്മുടെ ഒല S1 പ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാദൃശ്യങ്ങളും സമാനതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും കുറേ കാര്യത്തിൽ ഇത് നല്ല വ്യത്യാസങ്ങൾ കാണാനുണ്ട്. കാരണം ഇതിൻ്റെ പ്രൈസ് തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20,000 30,000 അറൗണ്ട് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ മോട്ടറിൻ്റെ പവർ, പിന്നീട് റേഞ്ച്, എല്ലാത്തിലും നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. ആ ചേഞ്ചസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതുകൂടാതെ നമ്മൾ ഏതർ ഉപയോഗിക്കുന്ന ആൾ ഒല ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും അതിഭീകരന്മാർ തന്നെയാണ്. കാരണം നമ്മുടെ ഏതർ 450X നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്പോർട്ടി ഡിസൈനോട് കൂടിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഏതർ 450Xന് വന്നിരിക്കുന്നത്. നമ്മുടെ ഒല നോക്കിക്കഴിഞ്ഞാൽ ഒല ഏറ്റവും ആളുകൾക്ക് പ്രിയങ്കരമായത് അതിൻ്റെ ഡിസൈൻ കൊണ്ടാണ്. കാരണം വളരെ ഐക്യാച്ചി ആയിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. എൻ്റെ ടെയിൽ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ഹെഡ് ലാമ്പ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ ഒലയ്ക്കും വന്നിരിക്കുന്നത്. അത് ഏതറിൻ്റെ ഹെഡ് ലാമ്പൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒലയുടെ ഹെഡ് ലാമ്പ് പ്രൊജക്ടർ ലാംപ്സ് ആണ്. അതിൻ്റെ സൈഡിലുള്ള റിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മറങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇത്രയും ഭാഗം വളരെ പ്ലെയിൻ ആയിട്ട് ഒല, ജസ്റ്റ് ഒല എന്നുള്ളൊരു റൈറ്റിംഗ് മാത്രം കൊടുത്ത് വളരെ സിമ്പിളാക്കിയിട്ടുള്ളൊരു ഡിസൈനാണ് ഒല. വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ വളരെ പവർഫുള്ളുമാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ആ ഒരു സിമ്പിൾ ഡിസൈൻ കാരണം വളരെ ഐക്യാജിയാണ് നമ്മുടെ ഒല S1 Pro എന്ന് പറയുന്നത്. നമ്മുടെ S1 Proയും S1ഉം ഇപ്പം സെയിം വാഹനത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ S1 മേടിക്കുന്നവർക്ക് S1 Pro ആണ് കിട്ടുന്നത്. നമ്മൾ 30,000 എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കത് S1 Proയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ S1 Proയിലോട്ട് ആക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവർ S1 ഇനി നിർത്തുകയെന്ന് പറയുന്നത് S1 Pro മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് അവരുടെ ഇപ്പോൾ പറയുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് വാഹനങ്ങളുടെ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 90/90 സൈസാണ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഒലയ്ക്ക് വന്നിരിക്കുന്നത് 110/90 ആണ് നമ്മുടെ ഒലയുടെ സൈസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ടയർ ചേഞ്ചിനൊക്കെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഒലയുടെ സർവീസ് സെൻറ്ററായിട്ട് നമുക്കില്ല, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലാറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒലയ്ക്ക് കുറച്ച് ബമ്പി ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ് വന്നിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് കമ്പാരിറ്റീവ്ലി ഉണ്ടാകുന്നതാണ്. നമുക്ക് എല്ലാവരും ചോദിക്കുന്ന പോലെ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കുമ്പോഴും അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഏതറിൻ്റെ ഗ്യാസ് കുറ്റി കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് കുറ്റി വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എങ്കിലും അത് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളത് വെക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം അതിൻ്റെ ബാറ്ററി പാക്ക് എല്ലാം അതിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. അത് അത്രയും വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും വെയിറ്റ് ഏകദേശം 16 കിലോ പ്ലസ് ആണ് വരുന്ന ഒരു ഗ്യാസ് കുറ്റി എന്ന് പറയുന്നത്. അപ്പം അത്രയും വെയിറ്റ് നമ്മൾ അവിടെ കൊടുക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നീട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഒരു വിഡ്ത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒലയ്ക്കാണ് കുറച്ചുകൂടെ വിഡ്ത്ത് വന്നിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കുറച്ചുകൂടെ ചേർന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ ഒലയുടെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടുള്ളൊരു സീറ്റാണ്. അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർ ഇരിക്കുന്ന അനുസരിച്ചിരിക്കും, അവരുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും. ഇതിന് കുറച്ചുകൂടെ വൈഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏതറിൻ്റെയും ഒലയുടെയും ടെയിൽ ലാമ്പ് വളരെയധികം ഇഷ്ടമാണ്. ഏതിൻ്റെ ആണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. കാരണം രണ്ടിൻ്റെയും ടെയിൽ ലാമ്പ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ടെയിൽ ലാംപ്സാണ്. നല്ലൊരു ഡിസൈനായിട്ട് ടെയിൽ ലാംപ്സ് കൊടുത്തിരിക്കുന്നു. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ സ്വിച്ചസ് ആണ്. നമ്മുടെ ഏതറിൻ്റെ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കൂട്ടേഴ്സിന് വരുന്ന പോലെ തന്നെയുള്ള സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹോണും ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ പാസ് ലൈറ്റ്സും എൻജിൻ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നീട് പവർ മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഒലയുടെ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. കാരണം സ്വിച്ചസിൻ്റെ എണ്ണം കൂടുതലുണ്ട്. കുറേ അധികം സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പവർ സ്വിച്ച് ഉണ്ട്, പിന്നീട് മോഡ് ചേഞ്ചിങ് സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് പ്ലേയും പോസും കാര്യങ്ങൾക്കുള്ള സ്വിച്ചസാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ഹോൾഡ് ചെയ്തൊക്കെയാണ് നമ്മൾ ഓരോ ലൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സിനും പ്രസ് സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ 2 വീലേഴ്സിനുള്ള പോലത്തെ സ്വിച്ചസ് അല്ല വന്നിരിക്കുന്നത്. ഒരു കോംപ്ലിക്കേഷൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് അതുപോലെ ഹോണും അതുപോലെ ഒരു സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഹോൺ കുറച്ച്, അതായത് നമ്മൾ ആക്സിലേറ്റർ നമ്മൾ ഹാൻഡിലിൽ കൊടുത്തിരിക്കുമ്പം ഹോൺ കുറച്ച് നീളത്തിലാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് ഹോൺ അടിക്കാൻ കുറച്ച് കൈ നല്ലതായിട്ട് നീട്ടേണ്ടി വരും. കാരണം ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇങ്ങനൊരു സ്വിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ നോർമൽ സ്കൂട്ടേഴ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ നോക്കാതെ തന്നെയാണ് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ജസ്റ്റ് ആദ്യമൊക്കെ നോക്കേണ്ടി വരും, പിന്നീട് അതങ്ങ് ഓക്കെ ആയിക്കോളും. ആദ്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തായിട്ട് 2 സ്കൂട്ടേഴ്സിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ് ഡിസ്പ്ലേ സൈസ് വന്നിരിക്കുന്നത്. രണ്ടിലും സിമിലർ ആയിട്ടുള്ള മൊബൈൽ കണക്ടിവിറ്റിയും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതറിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ ഒലയിൽ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ സ്പീക്കേഴ്സും വന്നിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് പാട്ട് കേട്ടുകൊണ്ടേ വാഹനം ഓടിക്കാം. അതൊരിക്കലും സേഫായിട്ടുള്ളൊരു കാര്യമല്ല, എങ്കിലും അങ്ങനെ ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. ഉണ്ടെങ്കിലും ആരും ഉപയോഗിക്കാതിരിക്കുക. വാഹനം നിർത്തിയിട്ടിട്ട് കേൾക്കുവാണെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും അത് ഓടിച്ചുകൊണ്ടേ വാഹനം പാട്ട് കേൾക്കുന്നത് എന്ത് സേഫ്റ്റിയാണ്. ബേസിക്കലി ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമ്മൾ ലോങ് ഡ്രൈവ്സിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയതല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കുറേ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് ലോങ് പോകാനായിട്ട് ഉപകരിക്കും. അപ്പം ആ ഒരു സമയത്ത് മ്യൂസിക് കേൾക്കുന്നത് കുറച്ച് ഗുണകരമായിരിക്കും. പക്ഷേ ഈ ഒരു ട്രാഫിക് നമ്മളിപ്പം സിറ്റി യൂസും നോർമൽ യൂസിനൊക്കെ മ്യൂസിക് കേൾക്കുക എന്നുള്ളത് അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. ഇനി സസ്പെൻഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതറിന് മോണോ ഷോക്കാണ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഒലയ്ക്ക് ഹൊറിസോണ്ടൽ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ബാറ്ററി ചാർജിങ് സോക്കറ്റുകൾ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും അനായാസം ഓപ്പൺ ആക്കാവുന്ന രീതിയിലാണ്, കാരണം ഇതിന് ലോക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതേസമയം നമ്മുടെ ഏതറിൻ്റെ ചാർജിങ് ഫ്രണ്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഓപ്പൺ ചെയ്യാം, പക്ഷേ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത് വേറൊരു കാര്യം. ഓക്കെ, പിന്നീട് ഗ്രാബ് റെയിൽസും വളരെ വൈഡായിട്ട് കൊടുത്തിരിക്കുന്നൊരു ഗ്രാബ് റെയിൽസാണ് ഒലയ്ക്ക് വന്നിരിക്കുന്നത്. അതേസമയം ഏതറിൻ്റെയും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഗ്രാബ് റെയിലാണ്, എങ്കിലും വേറൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇത് കുറച്ചുകൂടെ കേർവി ഡിസൈൻ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്പോർട്ടി ഡിസൈൻ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ടുള്ള ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏതറിന് മൊബൈൽ ചാർജിങ് പോർട്ട് വന്നിട്ടില്ല. അതേസമയം നമ്മുടെ ഒലയ്ക്ക് മൊബൈൽ ചാർജിങ് പോർട്ട് വിത്ത് മൊബൈൽ ഹോൾഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഫോൺ ഇവിടെ വെക്കാം, എങ്കിലും വലിയ ഫോണുകളൊന്നും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ഫോണുകളൊക്കെ അവിടെ കയറുള്ളൂ. ചെറിയ ഫോണുകൾ ആരുടെയും ഇല്ലല്ലോ ഇപ്പോൾ. അതിനോട് ചേർന്ന് തന്നെയാണ് സ്പീക്കേഴ്സ് വന്നിട്ടുള്ളത്. ഇതിൽ മ്യൂസിക് നെക്സ്റ്റ് അപ്ഡേറ്റിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സ്റ്റോറേജ് സ്പേസ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഒലയുടെ സ്റ്റോറേജ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2 ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്ന ഏത് വണ്ടിയാണുള്ളത്? 2 ഹെൽമെറ്റ് വെക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ. അതേസമയം ഇതിൻ്റെയും ഒട്ടും മോശമല്ല, എങ്കിൽ ഒരു ഹെൽമെറ്റും കുറച്ച് സാധനങ്ങളും നമുക്ക് ഏതറിലും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒല S1 പ്രോയ്ക്ക് 10 കളേഴ്സിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒല S1 പ്രോ. അതേസമയം നമ്മുടെ ഏത് 450X 3 കളേഴ്സിൽ മാത്രമാണ് തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം ഉടനെ തന്നെ ഏകദേശം 1-2 വർഷത്തിനുള്ളിൽ തന്നെ അവർ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ മോഡൽ വരുമ്പോൾ നമുക്ക് പല കളേഴ്സ് നമ്മുടെ ഏതറിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏത് 450Xൻ്റെയും ഒല S1 പ്രോയിൻ്റെയും കമ്പാരിസൺ എന്ന് പറയുന്നത്. രണ്ട് വാഹനങ്ങളുടെയും
വ്യത്യാസങ്ങൾ മാറ്റങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മെയിൻ വ്യത്യാസങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് പ്രൈസിങ്ങിലും മൈലേജിലുമാണ്. അപ്പം എന്തൊക്കെയാണ് ഒലയുടെയും ഏതറിൻ്റെയും പ്രൈസും മൈലേജ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഈ ഏതർ 450X 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ വാഹനം ഉപയോഗിക്കുന്ന ആൾ ഒല യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്തൊക്കെയാണ് ആ ആൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.